ഞാൻ രാവിലെ കുളിച്ചു കൂട്ടപ്പനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെന്നെ ലണ്ടനിലോട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം കേട്ടോ. ലണ്ടനിൽ എത്ര മൈൽസാ ബ്രോ? ഇവിടുന്ന് നമുക്ക് 1.5 hours. എത്ര മൈലാ അപ്പം? 150 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. 100 ഉണ്ടാകണം. അപ്പം 150 കിലോമീറ്റർ അടുപ്പിച്ചാണ്. അപ്പം 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ലണ്ടനിലോട്ട് പോകാനായിട്ട്. അപ്പം ഞാനിനി ലണ്ടനിൽ പോകും. ഇവരെ പിരിയും, ഇവർ തിരിച്ചു വരും. ഇവരുടെ കൂടെ ആയിരുന്നു കേട്ടോ ഞാനൊരു 1 night 2 nights 2 nights ഓൾമോസ്റ്റ് 2 nights സ്പെൻഡ് ചെയ്തു. ഇവിടെ 1 night സ്റ്റേ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ശരിക്കും എന്തൊക്കെയാ പറയണോന്ന് പറഞ്ഞു. എന്താ പറയണ്ടേ പറ. ക്യാമറ വരുമ്പോ എന്തോ പറ്റൂലെന്ന് എന്താ പറയണ്ടേ? അല്ല, നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. നിനക്ക് ഒത്തിരി ഫാൻസ് യുകെയിലുണ്ട് മലയാളി. പക്ഷെ നമ്മള് ഇൻവൈറ്റ് ചെയ്തപ്പോ വേഗം വന്നു. തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ ഞാൻ ഒരു തമാശ പോലെയൊക്കെ പറയുമ്പോ കളിയാക്കുമല്ലേ അവ ഇപ്പൊ വരെയൊന്നുമില്ല. പറഞ്ഞതും കൂടി മെൻഷൻ ചെയ്യും. എന്താ പറഞ്ഞേ? നമ്മളെ വ്ളോഗ്സില് ഞാൻ ഇരുന്ന് എപ്പോഴും കാണുമ്പോഴേ മുഫി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, എന്താ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ കാണുന്നത്, എന്താ എപ്പോഴും ഇങ്ങനെ പൊട്ട വീഡിയോ കാണുന്നതെന്ന് പറയല്ലേ. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈച്ച് ആൻഡ് എവറി ബീറ്റ് ഓർത്തെടുത്ത് പറഞ്ഞില്ലേ. ഇടക്ക് മെൻഷൻ ചെയ്യണ്ടാ, ഇടക്ക് മെൻഷൻ ചെയ്യും. ഞാൻ അപ്പൊ പറയും മായിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഇതെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞങ്ങള് 2 days ആണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തു. പക്ഷെ മാഹിം ബിസി ആയിരുന്നു. ഫോണ് ബിസിനസ് സോറി എന്റെ പുതിയ ട്രാവൽ കമ്പനിയുടെ ഇതിൽ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെ കൂടുതൽ ബിസി ആക്കണം കേട്ടോ. എന്നാലേ ഞങ്ങൾക്കും പറയാനുള്ളത്, നമുക്ക് മാഹിനെ ഇൻസ്പയർ ചെയ്യണ നമുക്ക് നമ്മളെ വലിയ മുതിർന്ന ആൾക്കാർ മുതല് ചെറിയതാ എന്റെ മോള് അസ്മിൻ വരെ അത്രയും ട്രാവലിനെ കൂടെ ഇഷ്ടപ്പെടുന്നത് നിന്റെ ഒക്കെ വ്ളോഗ് കാണാം. ആണോ അസ്മിൻ? ആണോ? ആയിഷോ അല്ലാന്ന് പറയല്ലേ. മെസ്സേജ് അയക്കുമ്പോ അസ്മിന്റെ അടുത്ത് എന്താ പറഞ്ഞ? താങ്ക്സ് മെൻഷൻ ചെയ്യല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇനി ലണ്ടനിലോട്ട് പോവാണ് കേട്ടോ. ഇന്ന് കുറച്ച് മൂടിയാണ്. മൂടിയെന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ സണ്ണിയായി ഓൾമോസ്റ്റ്. ലണ്ടനിൽ പോകുന്നതിന് മുന്നേ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നാണ്. ബ്രോന് നട്ട് വാങ്ങിച്ചു തന്നാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ അത്രയ്ക്കാണെങ്കിൽ വാങ്ങിച്ചോ, എനിക്ക് വേണ്ടി എന്താ നട്ട്സൊക്കെ വാങ്ങുവാണ് കേട്ടോ. നമ്മൾ ലണ്ടനിലോട്ടുള്ള യാത്ര തുടങ്ങി. ഏകദേശം 120 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ അത് വേറെ പോകുന്ന റൂട്ടാണ്, ഇത് നമ്മുടെ ലണ്ടൻ പോകുന്ന റൂട്ടാണ്. ഭാഗ്യത്തിന് ഇങ്ങോട്ട് തന്നെ കുറച്ച് ട്രാഫിക് കുറവുണ്ട് കേട്ടോ. കാര്യമായിട്ട് കിടക്കുന്നുണ്ടല്ലോ. കാണുന്നതാണ് നമ്മുടെ ലണ്ടൻ്റെ ട്രാൻസ്പോർട്ട്. നമ്മുടെ കേരള ടൂറിസം ഇതിൽ അവരുടെ ലണ്ടൻ ട്രാൻസ്പോർട്ടിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. ഇത് സ്ട്രാറ്റ്ഫോർഡ് സിറ്റി ബസ് സ്റ്റേഷൻ. ഇതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് സ്ട്രാറ്റ്ഫോർഡിൻ്റെ ഭാഗമായിട്ട്. തുർക്കിയിലെ ബാഗ് എനിക്കങ്ങനെ അവസാനം ഒരു തുർക്കി എന്നുള്ള ബാഗ് കിട്ടി കേട്ടോ. ഇസ്താംബുളിൽ ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോ ദിവസമെങ്കിലും ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കും. ഓ അല്ല, ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്തു ഇതുപോലത്തെ ബാഗ് എടുത്തില്ല. അതിന് പകരം ഇതിന്റെ ചെറുത് ക്ലോസിംഗ് ഉള്ള ഇസ്താംബുളിന്റെ ബാഗ് എടുത്തു. ഇസ്താംബുളിന്റെ ബാഗ് എന്റെ അടുത്തുള്ള. പക്ഷെ ഇതല്ല. ഞാൻ പിന്നെ വിചാരിച്ചു അതെടുക്കണോ ഇതെടുക്കണോ. നിനക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ്, നീ ഇങ്ങനത്തെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലെല്ലാം. അപ്പോ പ്ലാൻ ചെയ്താണ് കൈ അവിടെ ഉണ്ട്. അപ്പൊ പ്ലാൻ ചെയ്തതാണ് ഞങ്ങള്. ഇതില് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ നേരത്തെ കാണിച്ച നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിനി പുറത്തിറങ്ങി. ഞാൻ മറ്റേ എൻ്റെ ഫ്രണ്ടില്ലേ കോളേജിൽ പഠിച്ച അവള് സിം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു സിം ഉണ്ട് UK വരുന്നവർക്ക്, ലിബ്ര എന്ന് പറയുന്ന സിം 20 പൗണ്ട് എന്തേ ഉള്ളൂ. അൺലിമിറ്റഡ് ആയിട്ട് ഒരു മാസം കിട്ടും. അതെടുക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. പിന്നെ 20 പൗണ്ട് ഇല്ലാതെ ഇത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ആ സിം എടുക്കാമെന്ന് വിചാരിച്ചു. അത് പോയി ആദ്യം കളക്ട് ചെയ്യണം, പിന്നെ ഒന്ന് സിറ്റി ഒന്ന് കറങ്ങണം, കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ലണ്ടനിൽ കാലുകുത്തിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ ലണ്ടനിൽ അങ്ങനെ അധികം കാല് കുത്തിയില്ല കേട്ടോ. കുറച്ച് നടന്നിട്ട് ഉടനെ ട്രെയിൻ കയറി പോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വീണ്ടും ലണ്ടനിൽ വന്നത് കുറച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണാനും കാണിക്കാനും, ലണ്ടൻ ബ്രിഡ്ജിലൊക്കെ പോയിട്ട് ഒരു ചെറിയൊരു റീലൊക്കെ എടുക്കാം അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പ്ലാന്. വേറെ പ്ലാനൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ദിവസമേ കാണുള്ളൂ കേട്ടോ. എൻ്റെ വിസ തീരും 3-ാം തീയതി. എൻ്റെ വിസ തീരും. അതായത്
6 മാസത്തെ വിസയാണ് പൊതുവെ നമ്മൾ ആദ്യം UK വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് പൊതുവെ. അപ്പം 6 മാസത്തിൻ്റെ വിസ എടുത്തിട്ട് കുറേ നാളായി. അവസാന ഘട്ടത്തിലാണ് കേട്ടോ ഞാൻ കയറി വന്നത് ഈ തീരാറായപ്പോൾ. ഇപ്പോൾ രണ്ടാമത് ഇനി അപ്ലൈ ചെയ്യുമ്പോൾ 1 വർഷമെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ 2 വർഷമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും മിസ്സാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ UK കയറിയത്. എൻ്റെ ലാസ്റ്റത്തെ ഒരു യൂറോപ്പിൻ്റെ വിസ ഇതുപോലെ 6 മാസത്തെ കിട്ടിയത്, അത് ഞാൻ യൂസ് പോലും ചെയ്തില്ല കേട്ടോ. ആ പൈസ വെറുതെ പോയി. ഇല്ല, ഒരു റിയാലിറ്റി കാണാൻ ചാൻസ് ആയി. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ കട്ടതാണെന്ന് തോന്നുന്നു കേട്ടോ. പോലീസ് ഇതാ പിടിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു കട്ടത് മൊഴിയെടുക്കുന്നത് തന്നെ എന്തോ കാരനെ തെറ്റാണ് കേട്ടോ സംഭവം. പിടിച്ചു പാവം കേട്ടോ. ഞാൻ ഓർത്തില്ല UK വരുമ്പോൾ മൊബൈലൊക്കെ സൂക്ഷിച്ച് പിടിക്കണം കേട്ടോ. കാരണം കള്ളന്മാർ കുറേമാർ ഈ ബൈക്കിലൊക്കെ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകും. എനിക്കൊന്ന് ആ ബൈക്ക് തിരിച്ച് കൊണ്ടുവന്ന് വെച്ച് വന്നതാണ് കേട്ടോ. ലണ്ടനിലെ തന്നെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മോളാണ് കേട്ടോ ഈ കാണുന്നത്. ബ്രോ, ഇതിന്റെ പേരെന്താ? വെസ്റ്റ്ഫീൽഡ് എന്നാണ് കേട്ടോ ഈ മാളിന്റെ പേര്. അത്യാവശ്യം വലിപ്പമുള്ള മാളാണ്. പിന്നെ മാളുകളൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അത്യാവശ്യം നല്ല റഷുണ്ട്. ഇവിടുത്തെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അതിൻ്റെ ഫുഡ് കോർട്ട് കാര്യങ്ങൾ നല്ല റഷാണ്. പിന്നെ മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പള്ളിയിലൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. നമ്മുടെ ലണ്ടനിലെ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇവർ ഈ സംഭവത്തിനെല്ലാം ട്യൂബ് എന്നാണ് കേട്ടോ പറയുന്നത്. ലണ്ടനിൽ ഉപയോഗിക്കുന്ന വാക്ക് ട്യൂബാണ്. ട്യൂബ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ പുറത്തോട്ട് പോകുന്നതിന് ട്രെയിൻ എന്ന് പറയും. നമ്മുടെ ട്യൂബ് വന്നിട്ടുണ്ട് ഇവിടെ. ന്യൂയോർക്ക് പോലെ അല്ല കേട്ടോ. നമ്മുടെ ലണ്ടൻ ട്യൂബൊക്കെ അത്യാവശ്യം വൃത്തിയുള്ളതാണ്. നമ്മുടെ ട്യൂബിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണ്. നമുക്കിവിടെ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ. ടാപ്പ് ചെയ്ത് ഉള്ളിലോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്കത് ലോകത്തിലെ എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇപ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ട്. ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഈ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ, അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റമാണ് കേട്ടോ ലണ്ടനിലെ ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലണ്ടനിലെ ഈ ഒരു റെയിൽവേ സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ പഴക്കം ചെന്ന ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ്. പിന്നെ മാത്രമല്ല ഇത് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ 1800 ശേഷമാണ്. 1800 കാലഘട്ടത്തിൽ ഇവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നല്ലോ. ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ റോഡിൽ ഫുള്ള് കാളവണ്ടിയിൽ സാധനം കൊണ്ടുപോകുന്നത്, അന്നത്തെ പഴയ കാറുകളുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ഉണ്ടായതിനു ശേഷം കൂടുതൽ ട്രാഫിക് ആവാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അവർ ഈ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ ലണ്ടൻ ട്യൂബിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയേണ്ടത്. ഇപ്പോൾ 252 സ്റ്റേഷൻ എന്തോ നിലവിൽ ഈ ഒരു ട്യൂബിനുണ്ട്. അതിൽ ചില ലൈനുകൾ അവർ ഫുൾ 24 hours ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഫുള്ള് 24 hours ഓപ്പൺ ആയിട്ടുള്ള ട്യൂബ് ലൈനുകൾ ഇവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല അത്യാവശ്യം വൈഫൈ ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, അത്യാവശ്യം ക്ലീനറും ഫാസ്റ്ററൊക്കെയാണ്. സിമ്മുമായിട്ട് അതിൽ വന്നിട്ടുണ്ട്. നോക്ക് ഇങ്ങോട്ട്. ഇന്നലത്തെ വീഡിയോ ഉണ്ടോ? നിന്റെ വീഡിയോ ഉണ്ട്, വീഡിയോ ഇട്ട് യൂട്യൂബിലിട്ട് ഫേമസ് ആയത്. ഇതാണ് കേട്ടോ ബോക്സി നല്ല സിം തന്നെയാണ്. വോഡഫോണിൻ്റെ. ഇവിടുന്ന് അടുത്ത ട്യൂബ് കയറിയിട്ട് നമ്മുടെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് കേട്ടോ അസ്മി. ഈ കാണുന്നതാണ് നമ്മുടെ ബേക്കർ സ്ട്രീറ്റ് പ്രസിദ്ധമാവാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ തീമിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അങ്ങ് ദൂരമായിട്ട് ഒരു പ്രതിമ ഉണ്ട്. ആ പ്രതിമയുടെ മുന്നിൽ നിന്ന് കുറച്ച് ആളുകൾ ചിത്രങ്ങളൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ആ കാണുന്നത് നമ്മുടെ ഷെർലക് ഹോംസില്ലേ, അതിൻ്റെ ഒരു ഫിഗറാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കോട്ട് ഇട്ടിരിക്കുന്ന ഷെർലക് ഹോംസ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇനി പോവുകയാണ്. ഇവിടെ നമ്മുടെ UK എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു എത്തിനിസിറ്റി എന്ന് പറയുമ്പോൾ സാധാ ബ്രിട്ടീഷുകാർ തന്നെയാണ്, വൈറ്റ് ബ്രിട്ടീഷ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഇന്ത്യൻസ് ആണ് കേട്ടോ. ഇന്ത്യൻ ബ്രിട്ടീഷുകാരുണ്ട്, പാകിസ്ഥാനി ബ്രിട്ടീഷുകാരുണ്ട്, ബംഗ്ലാദേശി ബ്രിട്ടീഷുകാരുണ്ട്. അതിൽ ഇന്ത്യൻ ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യൻസ് ജനറേഷനായിട്ട് വന്ന ഈ 3ാം തലമുറക്കാരായിട്ടുള്ള ബ്രിട്ടീഷിൻ്റെ സമയത്ത് ഇങ്ങോട്ട് കയറി വന്ന ഇന്ത്യൻസ് ധാരാളമുണ്ട്. പിന്നെ ആഫ്രിക്കയിൽ നമ്മൾ നോക്കുമ്പോൾ ആഫ്രിക്കൻസിൽ നൈജീരിയൻസ് ആണ് കേട്ടോ UK കൂടുതലുള്ളത്. നൈജീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഗാന എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് സൊമാലിയൻസ് ഇരിക്കുന്നില്ലേ, സൊമാലിക്കാരും ധാരാളം ഇവിടെ ഉണ്ട് കേട്ടോ. ആഫ്രിക്കയിൽ 3ാമത്തെ ഒരു സ്ഥാനമാണ് സൊമാലിക്കാർക്കുള്ളത്. ആഫ്രിക്കൻസ് ധാരാളം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല വശപ്പ് കേട്ടോ. നമ്മൾ UK വന്നാലും എല്ലായിടത്തും വന്നാലും മലയാളി റെസ്റ്റോറൻറ്റ് വളരെ കോമൺ ആണ് കേട്ടോ. അങ്ങനെ ഞാനൊരു മലയാളി റെസ്റ്റോറൻറ്റ് വന്നിട്ട് ബിരിയാണി, നമ്മുടെ ബീഫ് ദേശീയ ഭക്ഷണം, മന്തി പുറത്തുനിന്ന് വന്ന നമ്മുടെ ദേശീയ ഭക്ഷണമായി മാറിയൊരു സംഭവം അല്ലേ. ഫുഡ് കഴിച്ചു.
ബ്രോൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഇനി പറ്റില്ലല്ലോ. അതായത് ഞാൻ ഇവിടെ റയാൻ എന്ന് പറയുന്ന ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫാണ് കേട്ടോ. ബീഫ് അത്യാവശ്യം നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ പൊറോട്ട അല്ല, നമ്മൾ കഴിച്ചത് ബിരിയാണിയാണ്. പൊറോട്ട കഴിച്ചിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നേനെ. ഇത് പ്രശ്നം തോന്നോ, ഞാൻ ഇനി ഒരു റെസ്റ്റോറൻറ്റിന് പറഞ്ഞാൽ 100 റെസ്റ്റോറൻറ്റിന് പറയേണ്ടി വരും. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, ഞാൻ തോന്നിയോണ്ട് പറഞ്ഞതാ. ഇഷ്ടപ്പെട്ട നല്ല ഫുഡായിരുന്നു. അവര് ഫീഡ്ബാക്ക് പറഞ്ഞാലാണ് അവർക്കും ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ പ്രൊമോഷനിലല്ലേ ഞാൻ പറയാം, ഉള്ളത് നമുക്ക് പറയാം. അല്ല, കറക്റ്റാ. ഞാനിവിടുത്തെ ഷഫീഖ് എന്നാണ് പുള്ളിയുടെ പേര്, ഓണറിൻ്റെ പേര്. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചായിരുന്നു. നല്ലൊരു പുള്ളിക്കാരനാണ് കേട്ടോ. ഇനി ഞാൻ റയാലിൽ വരും. ഇനിയിപ്പോൾ എൻ്റെ കോളേജ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ നൈജീരിയയിൽ പോയില്ലേ, അപ്പോൾ പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് വരും. ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി വരും. പിന്നെ എൻ്റെ ഒരു ട്രാവൽ ഫ്രണ്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു മീറ്റപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ഇവർ പയ്യെ അവരുടെ നാട്ടിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. അവർക്ക് എന്നെ തിരിച്ച് കൊണ്ടുപോകണമെന്നുണ്ട്, ബട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ സുന്ദരി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. Oh my God. How are you? Long time. How do you find me? Because I know you. ചേട്ടാ, നീ എപ്പോൾ UK കാലുത്തിയിൽ അറിയിക്കുക. അശ്വിൻ, താങ്ക് യു. UK ബ്രോ, താങ്ക് യു. UK Will you miss me? Will you miss me? ആ, നോ എന്ന് പറയരുത്. വീഡിയോ എടുക്കുക. ബൈ, ടാറ്റാ. താങ്ക് യു. ശരി എന്നാ. ബൈ. ഞാനങ്ങനെ പാർക്കിലോട്ട് വന്നതാണ്. Why you keep looking at me? Why are you shy? Amara, tell me about you. How's life in London? Do you miss Nigeria? Yeah, I do. You do miss Abuja? Yeah, a lot. I miss Nigeria. I miss I don't know honestly. Let's go. അന്ന് ഞാൻ അമാരയെ ആദ്യം കണ്ടപ്പോഴും അമാരയ്ക്ക് ഭയങ്കര ഷൈ ആണ് കേട്ടോ. അമാരയ്ക്ക് ഇപ്പോഴും ഷൈ ആണ്. ഷൈനസ് മാറിയിട്ടില്ല. കമോൺ, ഡോണ്ട് ബി ഷൈ. അപ്പോൾ അമാര ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ജോലിയും അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട്. നമ്മളിവിടുത്തെ ഒരു പാർക്കിലോട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരും. അപ്പോൾ ഒന്ന് അവരെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ വന്നതാണ്. ഇവിടെ കുറേ സ്ഥലത്ത് ഇതുപോലുള്ള പാർക്കുകളുണ്ട് കേട്ടോ. Where do you usually go in the weekend or something? Yeah, I just go for brunch or go to a restaurant. Okay. Yeah, it's fun. I was thinking we'll do like a bottomless brunch today, but Bottom legs? yeah. Where is that? I don't know, but my friend was suggesting something, you know. ആഹാ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. Should we do one of these? ബോട്ടിംഗ് Yeah, looks nice. ഈ കാണുന്ന സ്ഥലത്ത് ബോട്ടിംഗ് ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ റിഗൻസ് പാർക്ക്. നടുക്ക് ഒരു പുഴ ഉണ്ട്. പിന്നെ കുറേ സ്വാൻസ്, പിന്നെ പീജിയൻസ്. വൈകുന്നേരമാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ഇനി കുറേ നേരം കഴിയുമ്പോൾ ആളുകൾ വരും, ഫാമിലീസ്, ആളുകൾ. പാർക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു പാർക്കാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കാം. നല്ല മരങ്ങൾ, നല്ല പച്ചപ്പ്. ഈ കാണുന്ന ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഞാനിവിടെ നിന്ന് നടന്ന് വേറൊരു ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് റീഗൻസ് പാർക്കിലാണ്. ഇവിടെയാണ് കേട്ടോ ഞാൻ കാണിച്ച ഒരു ബോട്ടിങ്ങിലേക്ക് കുറച്ച് ബോട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇതിലേക്ക് നടന്ന് പ്രിംറോസ് ഹില്ലിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഓക്കെ, എന്ത് രസമാണ്. 2 ആഴ്ചയ്ക്ക് മുന്നേ ആണെങ്കിൽ കോൾഡ് ആയിരുന്നേനെ കേട്ടോ. ഇപ്പോൾ സമ്മർ വരുമ്പോഴാണ് ഇവർ ആഘോഷിക്കുന്നത്. അവിടെ കണ്ടില്ലേ, എല്ലാവരും ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ അടിച്ചു പൊളിക്കുന്നു. സമ്മറിന് മാത്രമേ ഇങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ നടക്കാൻ പോകുന്നു. കണ്ടില്ലേ, ഞാനങ്ങനെ ഒരു പാശ്ചാത്യ രാജ്യത്ത് പോയിട്ടും ക്രിക്കറ്റ് കളിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ബ്രിട്ടീഷ് ആളുകൾ തന്നെ നിന്ന് ക്രിക്കറ്റ് കളിക്കുവാണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. അവിടെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുവാണ് കേട്ടോ. പൊതുവെ പാശ്ചാത്യ ലോകത്ത് ഇല്ലാത്തൊരു സാധനമുണ്ട് ക്രിക്കറ്റ്. ആകെ ഉള്ളത് ന്യൂസിലാൻഡിൽ, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ ഇംഗ്ലണ്ടിൽ. സൗത്ത് ആഫ്രിക്ക പാശ്ചാത്യ ലോകമല്ല. നടന്ന് ഇവിടുന്ന് പ്രിമോസ് പാർക്കിലോട്ട് പോവുകയാണ്. മറ്റൊരു പാർക്കാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്താണ് വന്നത്. ഇവിടെയും ആ കാണുന്ന ബോട്ടിങ് സംവിധാനങ്ങളുണ്ട്. സമ്മറിൽ വന്നാൽ പൊതുവെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് ഇത്രയ്ക്ക് ആളുകളെല്ലാം. വിൻ്ററിൽ വന്നാൽ നമ്മൾ പ്രിമോസ് പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ്
നമ്മുടെ പ്രിമോസ് പാർക്ക്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല ഇവിടെ. ഇങ്ങനെ കുറേ മരങ്ങൾ, നേച്ചർ, ആളുകൾ അവരുടെ ഒഴിവു ദിനങ്ങൾ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന കാഴ്ചകൾ, സമയങ്ങൾ, അതൊക്കെയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. കാണുന്നത് ഹില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. ഇത് മലയാണ്, ഒരു ചെറിയൊരു ഹില്ലാണ്. ഇവിടെ ആളുകളെല്ലാം കിടന്ന് ഉറങ്ങുവാണ്. ഒലിവർ വന്നിട്ടുണ്ട്. ഹേ ഒലിവർ. Hey brother, how you doing? I'm good. How are you? Fucking good. Good to see you, my man. After a long time, man. Long time. Hey, I'm Oliver. Lovely to meet you. How you doing? ഇങ്ങനെ ഒലിവറിനെ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടോ. I work in legal recruitment. Anyone Oliver. knows you need a lawyer, need a job? Hit up this guy. You're a lawyer? No. I find lawyers jobs. I'm not clever enough to be a lawyer. Wow, okay. So, when did we meet last time? 1 year ago, 2 years ago? It will be 1 year ago. I was in Kerala for the Harvest Festival. Yeah, Harvest Festival, Onam. Yes, Onam. Then we went to see elephants. We went to see wild elephants, and we had a beef curry up in the Beef hills. curry, yeah. And we saw one elephant with brilliant tusks. Yeah, exactly. And then we saw some weird churches Yeah. on the hillside and the tea plantations. And then it was a really brilliant time actually. We hung out with your friends. I think 2 of them were. Yeah, we drove, yeah. Yeah, it was a good time. Really good time. നമ്മൾ സത്യത്തിൽ എനിക്കറിയാം കേട്ടോ, ഈ പുള്ളിയെ അറിയാം. ഇവൻ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ കൊണ്ട് കറക്കി. ഞാൻ വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവനെ കൊണ്ടുപോയി ആനക്കുളത്തൊക്കെ കൊണ്ടുപോയി. പക്ഷെ സത്യത്തിൽ എനിക്ക് ആള് മാറിപ്പോയി കേട്ടോ. ഇവനല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, ഫോറിൻ ഫ്രണ്ട്സ് ആയാലും ഇന്ത്യൻ ഫ്രണ്ട്സ് ആയാലും ധാരാളം ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ പ്രൊഫൈൽ ഫോട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ ആള് മാറിപ്പോയി കേട്ടോ. വന്നപ്പോൾ ആള് മാറി. ബട്ട് ഞാൻ ഇവനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഒരു ഫുൾ ആൾക്കാരാണല്ലോ, വിചാരിക്കുന്ന പോലെ അല്ല, ഇത്രയ്ക്ക് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അവൻ കുറച്ച് ബിയറും കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി നമ്മൾ ഇവിടെ കുറച്ച് നേരം പിക്നിക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഉള്ള ആളുകളെല്ലാവരും പൊതുവെ കണ്ടില്ലേ, ഇതുപോലെ വന്ന് എന്തെങ്കിലും ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും, പിക്നിക്കിനായിട്ട് വരുന്ന. വാവ്, ലണ്ടൻ്റെ ഒരു ചെറിയ വ്യൂ ഉണ്ട് കേട്ടോ നമുക്ക്. Canary Wharf. So that's the city. That's the city. That's where they make all the money. Over there's the London Eye. London Eye, ആ കാണുന്നതാണ് ലണ്ടൻ ഐ. That's by the Houses of Parliament. So they make all the decisions. That's the decision makers place, business center. And the Shard in the middle, that's London Bridge. Okay. In the middle, that tall bit. So you got the city, ഇവിടെയാണ് കേട്ടോ London Bridge, നമ്മുടെ ലണ്ടൻ and ബ്രിഡ്ജ്. Westminster. Kerala means land of coconut. Land of coconut. Kerala means coconut. This is coconut. This is land of coconut. So land of coconut where there is a lot of coconut. Elephant. This is our dress. Our food. This is Kerala. It's a beautiful place in India. It's very good. It's very good. A lot of nurses come from there. In India, yeah. But Kerala is best, right? Kerala is the best, man. You Even want the to best food, Kerala. the best dosa? Get Yeah. Kerala, come on. East or west, south, Kerala is the best. Sounds beautiful. Looks beautiful. Yeah. You should come. He was there. He saw Like some Alappuzha? elephant. Yeah, this is Alappuzha, bro. Yeah, it's gorgeous. And our elephant. Yeah. All right, brother. Is it? Okay. Yeah, definitely. It's good. It's one of 2 communist states in India. Yeah, And the literacy rate is like. Yeah, I've noticed the flag. And it's also one of Unfortunately, the 2 states in India that eat beef. Now it's not communist anymore. No? It's a different government. But it's okay. It's okay. Yeah. What is good? It's another democratic, not right wing, so it's fine. It's another democratic party. All right. Yeah. Nice to meet you guys. കേരളം ടീഷർട്ട് ഇട്ടോണ്ട് കേരളം ഇന്ത്യ അറിഞ്ഞൂടാത്ത ഒരുത്തൻ അല്ല, അവൻ ഇന്ത്യ അറിയാം, അവൻ ഇങ്ങനെ വായിക്കുന്നു കേട്ടോ. അപ്പം അവൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ കേരളത്തിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് ക്ലാസ് എടുത്തു. എനിക്ക് ഫീസ് തരണം കേട്ടോ, കേരള ടൂറിസം എനിക്ക് ഫീസ് തരണം. ഞാൻ കേരളത്തിലെ ഓരോ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇരുന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് അവിടെ വിമാനം പറക്കുന്നു. നമ്മളിവിടെ അവൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അടിപൊളി കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അതെല്ലാം പോയി കുറേ പേര് അവിടെ ഇരുന്നു കേട്ടോ. ഞാനിപ്പോൾ മെട്രോ കയറിയിട്ട് വേറൊരു സ്ഥലത്ത് പോവാണ്. എൻ്റെ പുതിയ ഇതിൻ്റെ ടീഷർട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ തിരിച്ച് ട്യൂബിൽ കയറിയിരിക്കുക. ഇവിടുത്തെ ഏതോ ട്രെയിൻ സ്റ്റേഷനിലൊക്കെ വന്നു, പാഡിംഗ്ടൺ. ഞാനിനി നമ്മുടെ എലിസബത്ത് ലൈനിലോട്ട് പോയിട്ട് ഒരു മെട്രോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കുറേ കറക്കമുണ്ടല്ലോ, ഇത് എവിടെയെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. നമ്മുടെ എയർപോർട്ടിൽ പോകുന്ന ലൈനാണ്.
അതുകൊണ്ട് തന്നെ അടിപൊളി ഇതാണ്. എൻ്റെ അടുത്ത ദിവസം നെക്സ്റ്റ് ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ മലേഷ്യയിൽ കേട്ടോ, കാരണം എൻ്റെ ട്രിപ്പിന് മലേഷ്യക്ക് ഞാൻ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മലേഷ്യയിലൊരു ടൂർ പോകുന്നുണ്ട്, ഒരു ട്രിപ്പ് ആൾക്കാർ അയക്കുന്നുണ്ട്. രാവിലെ തൊട്ട് മലേഷ്യക്ക് വേണ്ടിയുള്ള അവരുടെ പ്ലാനിങ് കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ മലേഷ്യ എന്ന് ഓർത്തു പോയി കേട്ടോ. ഞാൻ നിൽക്കുന്നത് മലേഷ്യയിലല്ല, UK അപ്പോൾ ഞാനൊരു മലയാളി പരിചയപ്പെടുത്തി തരാം. നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമസ്കാരം ഷംജിത് ബ്രോ, എന്തുണ്ട് വിശേഷം? വർക്ക് അടിപൊളിയായിരുന്നു. രാവിലെ തൊട്ട് കുറച്ച് വർക്കുണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്നെ പണ്ട് ഗോവയിൽ ടെന്റ് അടിച്ച് അറിയാന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ അറിയാലോ. ഷംജിത് ബ്രോ മലപ്പുറംകാരനാണ്. മലപ്പുറം അല്ലേ? മലപ്പുറമാണ്. നമ്മൾ ഇന്നലെ മീറ്റ് ചെയ്തു. ഇന്നലെ നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ചൂടാണ് പുറത്ത്, നല്ല ചൂടാണ്. ഇതിനിടയിൽ ഷംജിത് ബ്രോ നാട്ടിൽ നിന്ന് എനിക്ക് പുതിയ നമ്മുടെ ടീഷർട്ട് പുതിയൊരു പീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പീസാണ് ഞാൻ ഇനി ഒന്ന് ഇറക്കാൻ വേണ്ടി പോകുന്നത് ഈ കോളേജ്. അപ്പോൾ കോളേജ് ചെക്കിന് വേണ്ടി പുതിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വഴിയെ പറയാം. എങ്ങോട്ടാ പോകുന്നത്? ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദോശ, ഇഡ്ഡലി, പ്ലീസ് മസാല. ഇവിടെ മസാല ദോശ. നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഒരു ചേട്ടനില്ലേ, പുള്ളിക്കാരൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ആലപ്പുഴയിൽ നിന്നൊരു ടീം പുള്ളിക്കാരനെ പറ്റിച്ചു കേട്ടോ. അപ്പോൾ കംപ്ലൈൻറ്റ് പറയായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല കംപ്ലൈൻറ്റ് പറഞ്ഞു കേട്ടോ നമ്മുടെ നാടിനെ കുറിച്ച്. അതായത് ആലപ്പുഴയിൽ ഏതോ ഒരാൾ ഹൗസ് ബോട്ടിന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. മറ്റേ ബോട്ടിംഗ് ഉണ്ടല്ലോ, ബോട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് ഇവര് 2 മണിക്കൂർ പറഞ്ഞ ബോട്ടിങ്ങിൽ 1.5 മണിക്കൂർ ഏതോ റെസ്റ്റോറന്റിൽ കള്ള് ഷാപ്പിൽ എന്തോ കൊണ്ടുപോയി ഇറക്കി. മോശം കേട്ടോ. കേരളത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും ടൂറിസത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ടൂറിസം കേരള ടൂറിസമാണ് കേട്ടോ. ഗവൺമെന്റ് ശ്രദ്ധിക്കണം, അതെന്തെങ്കിലും ഇതാക്കാം. അപ്പൊ ഞാൻ ഉദ്ദേശം കാട്ടി കഴിഞ്ഞ ദിവസം ഇതിട്ടു, മെനിങ്ങാതെ ഇട്ടു, നല്ല ഇത് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഈ സെയിം ടീഷർട്ട് ഇട്ടില്ലേ, അത് ക്ലിക്കായും കാട്ടി ഇത് ക്ലിക്കാവുന്നുണ്ട്. വൈറ്റും റെഡും ക്ലിക്കാവുന്നുണ്ട്. കാരണം ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൗത്ത് അമേരിക്കയും കാട്ടി ഈ ഒരു സാധനം ഇവിടെ ക്ലിക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തോട്ടൊന്ന് ഡ്രൈവിന് വന്നതാണ്. ഷംജിത് ബ്രോന്റെ പുള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഓരോ കമ്പനികളുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അതെല്ലാം കളക്ട് ചെയ്യുന്ന വെയർ ഹൗസസിന്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്ന സ്ഥലം. ഈ കാണുന്നതെല്ലാം തന്നെ ഓരോ എക്സ്പോർട്ട് അവരുടെ വെയർ ഹൗസസ് സംഭവങ്ങളൊക്കെയാണ്. സംസാരിച്ച് പോകുന്ന സമയത്ത് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതാ 2.50 പൗണ്ടിന് ബിരിയാണി. കൊള്ളാമല്ലോ. ഇതായത് എല്ലാം വില കുറവ് കേട്ടോ. ഇവിടെ എല്ലാം ഇന്ത്യൻ കടകൾ തന്നെയാണ് കൂടുതൽ. ഇതാണ്ട് മീത്ത സംഭവങ്ങൾ എല്ലാം അത്യാവശ്യം എല്ലാം വില കുറവാണ് ഇവിടെ. ഇത് ഗുജു ഏരിയ സാധനം 180 ഇപ്പം 1.50 എന്ന് പറയുമ്പോൾ നാട്ടിൽ 210 രൂപയ്ക്ക് ബിരിയാണി കേട്ടോ. അത് UK ആലോചിച്ച് നോക്കണം. അത് കോമ്പറ്റീഷൻ വരുന്നോണ്ടാണ് കേട്ടോ കൂടുതൽ ആളുകൾ. അതാണ് ദുബായിൽ ഫുള്ള് മലയാളികൾ കൂടി കോമ്പറ്റീഷൻ വന്ന് ദുബായിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കേരള ഫുഡാണ് കേട്ടോ. അത് വേറൊരു ക്വസ്റ്റ്യനും കിട്ടില്ല. കേരള ഫുഡ് മാത്രമേ ദുബായിൽ ചീപ്പായിട്ട് കിട്ടൂ. അതുപോലെ ഇവിടെ ഇപ്പൊ 2.50 ആയിട്ടോ. 2.50 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 300 രൂപയുടെ അടുത്തുണ്ട് കേട്ടോ. പൗണ്ടിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കൂതറ സ്ഥലമായിട്ട് തോന്നുന്നില്ലേ? ഇത് കൂടുതൽ എനിക്കൊന്ന് ഉത്തരേന്ത്യൻ നോർത്ത് ഇന്ത്യൻസ്. ഇതെല്ലാം കൂടുതലും ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇവിടെ 2 തരത്തിലുള്ള ഇന്ത്യൻസ് ഉണ്ട്. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻസ്, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ, ഇന്ത്യൻ വംശജർ. പിന്നെ വരുന്നത് എക്സ്പാറ്റ് ആയിട്ട് ഇവിടെ ജോലിക്കും ജീവിക്കാനൊക്കെ ആയിട്ട് വരുന്നവരാണ് കേട്ടോ. എനിക്കൊന്ന് അവരുടെ ഒരു ഏരിയ ആണ്. എക്സ്പാറ്റ് ഇന്ത്യൻസിൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാനി, ബംഗ്ലാദേശുകാർ അവരുടെയൊക്കെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നമ്മുടെ ഏഷ്യൻ മീറ്റ് മാർക്കറ്റ് എല്ലാം ഒരു സ്ട്രീറ്റിൽ തന്നെ കേട്ടോ. ചായ്വാല ഇപ്പോഴായിട്ട് അത്യാവശ്യം ഹിറ്റായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇവർക്ക് എത്ര ഇതുണ്ട്? 100 ദുബായിലുണ്ടല്ലേ? 100 കൂടുതൽ ബ്രാഞ്ചുള്ള ഒരു ഇതാണ് കേട്ടോ. എനിക്ക് അവർ UK സ്റ്റാർട്ട് ചെയ്തത്. UK വന്നാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ചേന, ചേമ്പ് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണോ? ഇത് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നതാ? പുള്ളിയുടെയാണ് കേട്ടോ. കേരള ഡിലൈറ്റ്സ് ബ്രാൻഡ്. ചേന, ചേമ്പ് സത്യത്തിൽ UK വന്നാൽ UK അല്ല, എന്താ മലബാർ ഫുഡ്സ് ആണ് നമ്മുടെ. ഇതിൻ്റെ പേരെന്താ? കോവയ്ക്ക.
സത്യത്തിൽ UK വന്നാൽ എല്ലാം കിട്ടും കേട്ടോ. UK മാത്രമല്ല, ഇപ്പം എല്ലാ യൂറോപ്യൻ രാജ്യത്തും, പിന്നെ UK കുറച്ച് നാൾ പണ്ട് മുതലേ കിട്ടുമായിരുന്നു നമ്മുടെ മുരിങ്ങയ്ക്ക. ഓക്കെ, നാട്ടിൽ നിന്ന് വരുന്ന ഫിഷ് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. ഫിഷ് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ലാമ്പ് കാര്യങ്ങളെല്ലാം നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ. ഇവിടെ നമ്മുടെ സമൂസ, നെയ്യപ്പം ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഇതാ ഈ കാണുന്ന നമ്മുടെ തേങ്ങാക്കൊത്തില്ലേ, അതുപോലും ഇവിടെ ഉണ്ട്. നമ്മൾ ലണ്ടനിലോട്ട് വന്നിട്ട് ഇനി ചാൾസ് രാജാവിൻ്റെ സ്ഥലത്തോട്ട് പോയില്ല എന്ന് വേണ്ട, നമ്മുടെ വിൻസർ കാസ്റ്റലിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഇപ്പോഴത്തെ ചാൾസ് രാജകുമാരൻ 3, ചാൾസ് 3 ആണ് അവിടെ, അദ്ദേഹത്തിൻ്റെ വസതിയാണ് കേട്ടോ. അങ്ങനെ വിൻസർ ഗ്രേറ്റ് പാർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ആക്സസ് ആയിട്ടൊന്നുമില്ല. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു പാർക്കാണ് കേട്ടോ. ഇങ്ങനെ നിവർന്ന് നീണ്ടു കിടക്കുന്ന ഒരു പാർക്കാണ്. ധാരാളം ആളുകൾ, ടൂറിസ്റ്റ് ആൾക്കാരും വെറുതെ നമുക്ക് നടക്കാനൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അവിടെ കാണുന്നില്ലേ, ആ കാണുന്നത് ഇവിടുത്തെ ഒരു റെസ്റ്റോ ബാറാണ് കേട്ടോ. ഇത് 1972 ഒരു സംഭവമാണ് കേട്ടോ. ആ ഒരു ബിൽഡിംഗ് അതുപോലെ എപ്പോഴും നിൽക്കുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. വലിയൊരു ഹ്യൂജ് സ്പേസാണ് ഈ കാണുന്നതല്ല. ഇവർ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാറുകളിലായാലും അല്ലെങ്കിൽ അവരുടെ പഴയ പ്രൗഢിയിൽ കുതിരവണ്ടികളിലൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് കിലോമീറ്ററായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു റോഡാണ്. ഇപ്പം അധികം ഇതിലെ കൂടെ വണ്ടികളൊന്നും പാസ് ചെയ്യില്ല. ഇവരുടെ പരേഡിനോ പൊസഷനോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള സെറമണിക്കൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. എന്നതാണ് കേട്ടോ 1792 1800 ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള ഒരു ബിയർ ഷോപ്പാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുൻഭാഗം. നമ്മുടെ കൊട്ടാരത്തിൻ്റെ അങ്ങ് എല്ലായിടത്തും ആക്സസ് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കുറേ സ്ഥലങ്ങളിൽ പോവാം. എല്ലാം ചൈനീസ് ടൂറിസ്റ്റുകളാണ് കേട്ടോ. ചൈനക്കാരാണ് ഇവിടെ ടൂറിസ്റ്റ്. അത് യൂറോപ്പിലായാലും ചൈനക്കാർ തന്നെയാണ്. അവർക്ക് വിൻ്ററൊന്നും ഇല്ല, സമ്മറൊന്നും ഇല്ല, അവരെപ്പോൾ വേണോ വരും. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഭാഗം. ഈ കാണുന്ന ഒരു ഏരിയയിൽ അത്യാവശ്യം നമുക്ക് നടന്നു പോകാം. ഇവിടെ എല്ലാം കോഫി ഷോപ്പുകൾ, ബാറുകൾ, പിന്നെ സുവനീർ ഷോപ്പുകൾ. താഴോട്ട് ഫുള്ളൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഈ കാണുന്ന ഭാഗത്തോട്ട്. ഈ കാണുന്നത് ഇങ്ങോട്ട് വണ്ടിയൊന്നും പോകാൻ പറ്റില്ല. സുവനീർസ്, ബ്രിട്ടീഷ് പാട്രിയോട്ടിസം കാണിക്കുന്ന കുറേ ടീഷർട്ട്, ഫ്ലാഗുകൾ, അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അത്യാവശ്യം നല്ല ലവ്ലി ആയിട്ടുള്ള സ്ട്രീറ്റ് കേട്ടോ. മ്യൂസിക്കും പാട്ടും, ഓരോ ഫാമിലിയൊക്കെ വന്ന് ഇവിടെ നിന്ന് ചിത്രങ്ങളൊക്കെ എടുക്കുന്ന കാഴ്ചയാണ്. പഴയ 1800 കാലഘട്ടത്തിൽ പണിത വിൻസർ റോയൽ ആ ഒരു സമയത്തെ ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ആ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടിഭാഗം ഇവർ ഇപ്പോൾ റെസ്റ്റോറൻ്റൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. 1897 കേട്ടോ ഈ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പണി കഴിപ്പിച്ചത്. നമ്മുടെ കൊട്ടാര മതിലിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഇതിന് മുകളിലായിട്ട് നമ്മുടെ ക്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് മുകളിലായിട്ട് ഇതാണ് ഈ കാണുന്ന ഒരു ഫുൾ ഏരിയ. ഇവിടെ എന്നാൽ നല്ല സമ്മർ ആയതുകൊണ്ട് നല്ല വെയിൽ കൂടി. ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹീറ്റ് വേവ് ആയിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം ഹീറ്റ് വേവ് നിന്നു. ഞാൻ വരുന്നതിന് മുമ്പേ 2 ദിവസം ഇവിടെ കംപ്ലീറ്റ് ഹീറ്റ് വേവ് ആയിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവർക്ക് തണുപ്പത്ത് ഈ ഒരു ചൂട് തന്നെ ഇവർക്ക് ഭയങ്കര ചൂടാണ് സംഭവം. അങ്ങനെ ഇനി താണ്ടെ അംബാനിയുടെ സ്റ്റോക്ക് പാർക്കിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ അംബാനിയുടെ ഒരു വസതിയാണ്. അദ്ദേഹം 2021 നമ്മുടെ UK യുണൈറ്റഡ് കിങ്ഡത്തിൽ ലണ്ടനിൽ അവരുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത്. അത് 2021 പിന്നെ വലിയൊരു വിവാദമൊക്കെ ആയ ഒരു സംഭവമാണ്. അതായത് 2021 ഇവർ ഏകദേശം 57 മില്യൺ പൗണ്ട്സ് കൊടുത്ത് വാങ്ങിച്ച ഈ ഒരു സ്ഥലം പിന്നീട് ഒരു വലിയ ഇന്ത്യയിലൊക്കെ ഒരു വലിയൊരു സംഭവം ചർച്ചയായിട്ട് മാറി. അവർ ലണ്ടനിലോട്ട് മാറുവാണെന്ന്. പിന്നീട് അത് റിലയൻസ് ഗ്രൂപ്പ് അവർ ഡിനേ ചെയ്തു. അത് ഫാക്റ്റ് അല്ല, അത് വെറുതെ ഒരു റൂമർ മാത്രമാണ്. അവരുടെ മുംബൈയിൽ തന്നെയാണ് അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടോ അവർ സ്റ്റേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ബാക്കി അവരുടെ ലക്ഷറിനും സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ മാത്രമായിട്ട് ഉള്ള ഒരു സംഭവം. കയറാൻ വേണ്ടി പോയപ്പോഴേ അവർ ക്ലോസ് എന്ന് പറഞ്ഞു കേട്ടോ. അതായത് പണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. നല്ല പഴക്കം ചെന്നുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആ മൂവി ഏതായിരുന്നു? അതെ ആ മൂവി. അയ്യോ ആ മൂവി ഞാൻ ChatGPT നോക്കിയപ്പോൾ ടോം ക്രൂസിനെ അയ്യോ അതായത് ജെയിംസ് ബോണ്ട് ഷൂട്ട് ചെയ്ത ഒരു ബിൽഡിംഗ് കൂടിയാണ് കേട്ടോ ഇവരുടെ ഇത്. ഇവിടെ ധാരാളം 27 ഹോൾസുള്ള എന്തോ ഗോൾഫ് കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ വേറെ സ്പോർട്സ് ഫീൽഡ് ധാരാളം സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് അംബാനിയുടെ സ്റ്റോക്ക് പാർക്ക് കേട്ടോ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെറിയൊരു
വിവാദം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ റിലയൻസ് ഡിനേ ചെയ്ത ഒരു കാര്യമാണ്. ഇവർ ഇവിടെ വരുമ്പോൾ UK വരുമ്പോൾ അവരുടെ ഒരു വസതിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം 57 മില്യൺ പൗണ്ടിൻ്റെ വാങ്ങിച്ചത് ഇപ്പം ഏകദേശം 80 പൗണ്ടോളം അടുപ്പിച്ച് ഇതിൻ്റെ ഒരു വില ഉണ്ട് കേട്ടോ, വാല്യൂ മാറിയത് ഈ ഒരു കുറച്ച് വർഷത്തിനുള്ളിലായിട്ട്. അന്ന് പിന്നെ പള്ളിയിലെ മൈരവും നമസ്കാരവും കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചെത്തി. വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, എൻഡിങ് ഒന്നും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ബാക്കി UK കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നന്ദി, നമസ്കാരം. കഴിഞ്ഞിട്ട് ഞാൻ ഷംജിത് ബ്രോൻ്റെ കൂടെ ലഞ്ച് കഴിച്ചിട്ട് ഞാൻ ഇവിടെ പറയാനുള്ള ഒരു പ്ലാനാണ്. ഇവിടെ നമ്മുടെ ലാമ്പിൻ്റെ കുറേ നാൾക്ക് ശേഷം അഫ്ഗാനി പുലാവ് കഴിക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ടോ ഞാൻ അഫ്ഗാനി ആ ഒരു സെൻട്രൽ ഏഷ്യൻ പുലാവ് സംഭവം കഴിച്ചിട്ട് എനിക്കൊന്ന് കുറച്ച് ആളായി തോന്നുന്നു. പിന്നെ അതും കബാബുമാണ്. ഇവിടെ വരാറുണ്ടോ സ്ഥിരമായിട്ട്? സഞ്ജിത് ബ്രോ എത്ര ആളായി ഇവിടെ UK വന്നിട്ട്? എത്ര വർഷമായി? 22 വർഷം. ഞാൻ ജനിച്ചിട്ട് 25 വർഷം. അപ്പൊ UK അന്ന് വന്നപ്പോഴും ഇപ്പോഴത്തെ വന്നപ്പോഴും ഉള്ള വ്യത്യാസം എന്താ പ്രധാനമായിട്ട് നോട്ടിഫൈ ചെയ്ത എന്തെങ്കിലും? നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രോബ്ലമുള്ള കാലഘട്ടം കഴിഞ്ഞ് സെറ്റായി വരുന്നു. പിന്നെ ഒരുപാട് ആളുകൾ ധാരാളം പേര് അതൊക്കെ തന്നെ ധാരാളം റഷ്യൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ UK? നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കൂടി, മലയാളികൾ. പിന്നെ എക്സ്പെൻസ് കൂടി ആസ് യൂഷ്വൽ. അതെ, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. നല്ല ഫുഡ് അവിടെ. നമ്മുടെ സുനിൽ ഭായൊക്കെ ഒന്ന് ഞങ്ങളോട് കഴിച്ചിരുന്നു. ഓക്കെ. സുനിൽ ഭായ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊറോക്കോയിൽ പോയപ്പോൾ ഞാൻ ഒരു മലയാളി മൊറോക്കൻ പെൺകുട്ടിയെ ഒരു ആളെ കല്യാണം കഴിച്ച ഒരു മലയാളിയില്ലേ, പുള്ളി നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ പുള്ളി എപ്പോഴും വരാറുണ്ട്, അവർ സുഹൃത്തുക്കളാണ്. പിന്നെ നമ്മുടെ സുജിത് ബ്രോയും എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ബോൺ അപ്പറ്റൈറ്റ്. താങ്ക് യു സോ മച്ച്. ഭക്ഷണം കഴിച്ച് വയറ് പറഞ്ഞിട്ട് നമ്മളിവിടെ ഹീത്രോ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ കാണുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് വലിയോറ ഭാഗത്തില്ലേ അതുപോലത്തെ ഉള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നമ്മൾ വന്നതാണ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പോട്ട്. നമ്മുടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ആസ്ഥാനമാണ് കേട്ടോ ഈ കാണുന്ന നമ്മുടെ ഹീത്രോ എയർപോർട്ട്. വെയിലത്ത് സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ അവരിങ്ങനെ ഉടുപ്പൂരി നിൽക്കുന്നത്. വെയിലത്ത് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ഹീത്രോ എയർപോർട്ടിൻ്റെ റൺവേ ഭാഗങ്ങൾ. അവിടെ തീയൊക്കെ കത്തുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല. അവിടെ ഒരു ബ്രിട്ടീഷ് എയർവേസ്, ആ കാണുന്നതെല്ലാം ബ്രിട്ടീഷ് എയർവേസ് തന്നെയാണ്. എല്ലാം ഫുള്ള് ബ്രിട്ടീഷ് എയർവേസ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് എയർവേസിൻ്റെ തലസ്ഥാനമാണ് നമ്മുടെ ഹീത്രോ എയർപോർട്ട്. പിന്നെ അങ്ങ് ദൂരമായിട്ട് നമ്മുടെ തുർക്കിഷ് എയർലൈനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കാണുന്ന തുർക്കിഷ് എയർലൈൻ. ഇവിടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ പോർച്ചിലതോ ബ്രിട്ടീഷ് എയർവേസിൻ്റെ വിമാനമാണ് കേട്ടോ. ഞാൻ ഇതുവരെ കേട്ടും ബ്രിട്ടീഷ് എയർവേസിൽ സഞ്ചരിച്ചിട്ടില്ല. എങ്ങനെയാണെന്ന് കേട്ടോ ഈ വിമാനം. നമ്മുടെ ഖത്തറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, പണ്ട് നല്ല രസമുള്ള ഒരു ഭയങ്കര ഒരു പ്രീമിയം പോലത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഖത്തർ ഇപ്പോൾ എമിറേറ്റ്സ്, പിന്നെ സിംഗപ്പൂർ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും കത്തിയുടെ അതിൻ്റെ ഒരു ഇതുപോലും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ ബ്രിട്ടീഷ് എയർവേസ്. നമ്മുടെ ഷംജിത് ബ്രോ എന്നെ ആക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഇവിടെ നിന്നാൽ നമുക്ക് പ്ലെയിൻ സ്പോട്ട് ചെയ്യാം, അതിനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ തീയൊക്കെ കത്തുന്നുണ്ട്. ഞാൻ വിചാരിച്ച എയർപോർട്ടിലാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ലോഡ് ആളുകൾ നിൽക്കുന്നുണ്ടോ. ഈ കാണുന്ന ആളുകളെല്ലാം നിൽക്കുന്നത് തന്നെ പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടെ കണ്ടില്ലേ, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വെറുതെ കസേരയും വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. വലിയ ലെൻസിൻ്റെ ക്യാമറ ആയിട്ട് നിൽക്കുന്നതെല്ലാം ഫോട്ടോ എടുക്കാനാണ്. ഓരോ ഫ്ലൈറ്റ് വരുമ്പോൾ ഫോട്ടോ എടുത്ത് തുടങ്ങും. അതാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. ക്രൈസ് ആയിട്ടുള്ളവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ വൈകുന്നേരം വരെ ചാരു കസേരയിൽ ഇങ്ങനെ ഇരിക്കാം, ഫ്ലൈറ്റിൽ നോക്കാം അല്ലേ. ഈ കാണുന്ന നമ്മുടെ കത്തി സ്പെസിഫിക് ആണ് കേട്ടോ, ഹോങ്കോങ്. ഓരോ 30 സെക്കൻഡ് വെച്ചിട്ടാണ് കേട്ടോ വിമാനം ഇറങ്ങുന്നത്. ഇതാ ഇവിടെ ഒരു വിമാനം, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഓൾറെഡി ഒരു വിമാനം വരുന്നുണ്ട്. എമിറേറ്റ്സ് ആണ് കേട്ടോ, നമ്മുടെ ദുബായിയുടെ. ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് അവിടെ, ഒരു ഫ്ലൈറ്റ് അവിടെ, ഒരു ഫ്ലൈറ്റ് ഇതോ 3 ഫ്ലൈറ്റ് വരിയായിട്ട് ഇരിക്കുന്നു. പുള്ളിക്കാരെ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന നോക്കിക്കോ. പുള്ളിക്കാരെ ഇപ്പോൾ ക്യാമറ എടുക്കും. പുള്ളിക്കാരൻ ഫ്ലൈറ്റിൻ്റെ ഇത് വരുമ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, അതോ അവിടെ കുറേ പേര് ഇരിക്കുവാണ്. ഇത് നമ്മുടെ ബ്രിട്ടീഷ് എയർവേസ് ആണ്. What's up, bro? What's your name? Alex, nice to meet you. nice to meet you. Hi, sir. What's your name? Tom. So, what do you do? Like, is that your passion or is that your profession? Why you do this?
For me, it's my passion. So- I do this passion for years already. And me too. I love aviation all of my life. I've been All right. huge interest. You worked in aviation or something? I did briefly, but basically it's my So hobby, there is my no- passion. So there is no other way, like you can make it professional, like, you know, taking picture or... No, it's purely for the love of aircraft and the aviation industry. But there is very less chance if you want to make it as professional or something. You can, I mean, I know from a few guys from Vienna, they do it professionally, they maybe are very creative, but this is not my style because I like to have the pictures naturally. So most of the people come here, they just come just because of out of I interest. think so, most of them is doing that. But still, I appreciate, you know. It's really nice to watch the flight, yeah. It's really nice. I think it's my first time watching like this, you know. Nice, yeah. I have been to 110 countries, Yeah. but this is my first time like watching airplane. Oh, yeah. Very good. Thank you so much. Thank you so much. Very good. Thank you, sir. കാണാൻ വേണ്ടി മേക്കപ്പ് ഒക്കെ ഇട്ട് ഓ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്, എന്നാലും മേക്കപ്പ് ഇട്ടേ ഇറങ്ങുള്ളൂ. അതില്ല, ഇവിടെ വേറെ ഒരാളുണ്ട്. അനശ്വര നോക്ക്, ഇതാണ് കേട്ടോ അനശ്വര. നിന്നെ ഇതേ എടുക്കുള്ളൂ, ഇതേ ഇടുള്ളൂ. ഇതാണ് കേട്ടോ അനശ്വര, എൻ്റെ കൂടെ ഗുജറാത്തിൽ പഠിച്ചതാണ്. എൻ്റെ ജൂനിയർ ആയിരുന്നു കേട്ടോ, എൻ്റെ ജൂനിയർ ആയിരുന്നു. നീ ഏത് വിഷയം പഠിച്ചോ? ഫോറൻസിക് ആണ് കേട്ടോ. ഇത് ഇവള് ഫോറൻസിക് പഠിച്ചതാണ്, കൊല്ലക്കാരിയാണ്. പിന്നെ അതുല്യ പിന്നെ പറ. പത്തനംതിട്ട ഉണ്ടോ കേരളത്തില്? സോറി സുഹൃത്തുക്കളെ, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ഒരു കോളേജ് ഫ്രണ്ട്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. 2-3 പേര് ഇനി വരാനുണ്ട്. അവരെവിടെയാണെന്ന് കേട്ടോ. ഇന്നിവിടെ ഫുള്ള് തിരക്കാണ്. ആഴ്സണലിന്റെ കളിയുള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരും കണ്ടില്ലേ, ടീഷർട്ട് ഇട്ട് പോകുന്ന കണ്ടില്ലേ. കണ്ടില്ലേ, അവള് ചോദിക്കുക ചേച്ചി എവിടെയാ ചെയ്യുന്നത്. ഞാൻ കാരണമാണ് കേട്ടോ ഇവര് 4 വർഷത്തിനിടയിൽ മീറ്റ് ചെയ്തതിന്റെ കാരണം തന്നെ. എത്ര വർഷം? 3 വർഷമായി. ഞാൻ വരണമായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ലണ്ടനിൽ വണ്ടി പിടിച്ച് വരണമായിരുന്നു ഇവരൊക്കെ മീറ്റ് ചെയ്യാനേ കേട്ടോ. അല്ലെങ്കിൽ ഇവരൊന്നും മീറ്റ് ചെയ്യില്ല കേട്ടോ. ഇവർക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിഞ്ഞുകൂടാ. ഞാൻ വരേണ്ടി വന്നു അല്ലേ. കോണ്ടാക്ട്സ് ഉണ്ട്, സംസാരിക്കും. എത്ര 3 വർഷം മുന്നെയാ? സ്ഥിരം. ശരി, ഇനി എങ്ങനെ പറ.